ഗവൺമെൻറ് ജോബ് ഡ്രീം ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ആക്ച്വലി ഈ ഫീൽഡിലോട്ട് ഇറങ്ങി ഇത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. SSC എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണോ, എനിക്ക് തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. SSC ആസ്പിറൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, റെയിൽവേയിൽ ഒരു ജോലി നേടുന്നത്. അതെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു സിലബസിലൊക്കെ ഉള്ളൊരു എങ്ങനെ ഒരു പഠിക്കണം, ഒരു സ്ട്രാറ്റജി എന്താണ് ഇതിനെപ്പറ്റി ഒരു ബോധമില്ല എന്ന് തന്നെ പറയായിരുന്നു. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ മലയാളീസിന് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു 4-5 ഇയേഴ്സ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവയർനെസ് ഇല്ലായിരുന്നു. ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് ഒരുപാട് മലയാളി ഇതിലോട്ട് വന്നത്. എങ്ങനെ അച്ചീവർ ആയത് അറിഞ്ഞപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതി മാറിയോ? പിന്നെ വരുന്നു, കാണുന്നു, ഷെയ്ക്കൻഡ് വേണം, ട്രീറ്റ് വേണം. ആദ്യം മോനെ ഒന്നും ആയില്ലേ. വൈകുന്നേരം ലൈബ്രറിയിൽ വരൂ, കയറി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ചാടിക്കാൻ പോകുന്നുണ്ടാവും, കൺഗ്രാജുലേഷൻ പറയൂ. അത് കേൾക്കാനൊരു സുഖമാണ്. അപ്പ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അമ്മ ഇനിയിപ്പോൾ എന്തിനാ പോകുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് വരും. വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ സ്റ്റിക്ക് ഓൺ ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പോകാൻ പറ്റില്ല. വീട്ടിൽ വരുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള സ്ട്രാറ്റജി ഇങ്ങോട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് അറിയില്ലായിരുന്നു. യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നെങ്കിൽ പോലും ഒരു വ്യക്തമായ ധാരണ എനിക്കില്ലായിരുന്നു. ഒരുപാട് സ്ട്രീമിൽ പഠിച്ച ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്ന് എഴുതാൻ പറ്റുന്ന എക്സാം അല്ല ഇത്. നമ്മളിപ്പോൾ എന്താ ഫിസിക്സ് പഠിച്ച്, അല്ലെങ്കിൽ BCom പഠിച്ച്, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് പഠിച്ച്, BTech ഇത് കഴിഞ്ഞ പല ആൾക്കാരും ഇല്ലേ. അപ്പം അതൊരു ഫാക്റ്റ് അല്ല ആക്ച്വലി. നമ്മൾ ഇന്നത് പഠിച്ചു എന്നുള്ളത് ആക്ച്വലി ഇതിൻ്റെ ഒരു സംഭവമല്ല. പക്ഷേ നമ്മൾ ഈ ആഫ്റ്റർ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു BTech നമ്മളെടുക്കുന്ന ഡിസിഷൻ, അത് ഗവൺമെൻറ് എക്സാം എഴുതണമെന്ന് എടുക്കുന്നൊരു തീരുമാനം, അത് വലിയ ക്രൂഷ്യൽ റോളാണ്. ഹായ്, ടീംമേറ്റ്സിൻ്റെ മറ്റൊരു അച്ചീവേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 റിസൾട്ട് വന്നു RRB ALP. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടാൾക്കാർ, അശ്വിൻ ആൻഡ് അഖിൽ. ഇന്ന് അവരുടെ കഥയാണ് ഞാൻ ടീംമേറ്റ്സ് അക്കാദമി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അച്ചീവർ എന്ന നിലയ്ക്ക് അവർക്ക് പറയാനുള്ള സ്റ്റോറീസ് അത് നമ്മൾ കേൾക്കണം. അനുഭവങ്ങൾ, അവർ വന്ന വഴികൾ, ചെയ്ത മിസ്റ്റേക്കുകൾ, ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷം എന്താണെന്നുള്ളതും ഇനി ഭാവി എന്താണെന്നുള്ളതൊക്കെ ഒരു പിന്നെ പോയിൻ്റായിട്ട് നിൽക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് കേൾക്കാം അവരെ. അഖിൽ, അശ്വിൻ, വെൽക്കം ടു ദ അച്ചീവേഴ്സ് ടോക്ക്. സോ അഖിലിപ്പം 2025 കഴിഞ്ഞ് 2026 ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പം ഇത്രയും നാള് അഖില് ഓരോ പുതുവർഷത്തിലേക്കും കടന്ന പോലെ അല്ല പോകുന്നത്. അല്ല, കയ്യിലൊരു ജോലി ഉണ്ട്. അതെ. സോ വാട്ട് യു ഫീൽ നൗ? ഫസ്റ്റ്ലി ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ഫേമിൽ. അപ്പോൾ പക്ഷെ ഒരു ഗവൺമെൻറ് ജോബ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരെയും പോലെ തന്നെ ഒരു ഗവൺമെൻറ് ജോബ് ഡ്രീം ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ആക്ച്വലി ഈ ഫീൽഡിലോട്ട് ഇറങ്ങി ഇത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത 2019 വിളിച്ച NTPC എന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതിൻ്റെ ടയർ 1 ക്വാളിഫൈ, ടയർ 2 എഴുതാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കോവിഡ് വന്നു. അങ്ങനെ ഇനി എന്താവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഇനി വേറൊരു ജോബ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രൈവറ്റ് ഫേം നോക്കിയത്. അങ്ങനെ എനിക്ക് ബാങ്കിൽ കിട്ടി. ഞാൻ അവിടെ ഡാറ്റ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു പാഷനുണ്ട്, ഇതല്ല നമ്മൾ വരേണ്ട മേഖല, ഇതല്ല എന്നൊരു തോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. മേ ബി എൻ്റെ ഫാദർ വർക്ക് ചെയ്ത ഒരു ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നത് ഒരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സർവീസാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് എത്തണം തന്നെയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇതിൽ കയറിയെങ്കിലും ഞാൻ സെറ്റിൽഡായി, ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പാക്കേജൊക്കെ ഉണ്ട്, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഉള്ളിൽ ഈ നീറ്റൽ എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോങ് ടേം പോയി കഴിഞ്ഞാൽ എനിക്കിത് പറ്റില്ല എന്ന് തോന്നിയാൽ ആ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ഏജ് ഒരു ഫാക്ടർ ആയേക്കും. ഗവൺമെൻറ് ജോബിനൊക്കെ ഒരു 30 ഉള്ളിൽ നമ്മൾ കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ സംസാരിച്ചു. വീട്ടുകാർ ഒബ്വിയസ്ലി അവർ എൻ്റെ കംഫർട്ടായിരുന്നു, ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, എൻ്റെ കംഫർട്ടാണ്, നിനക്ക് 2 വർഷം 3 വർഷം സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്കും മാത്രമേ ഞാൻ റിസൈൻ ചെയ്ത കാര്യം പോലും അറിയുള്ളൂ. സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്ത് ബാംഗ്ലൂരാണ്. ഒരുപാട് പേര് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോഴിക്കോടേക്കുള്ള യാത്ര SSCയിലോട്ട് തുടങ്ങിയത് പലർക്കും അറിയില്ല. മേ ബി വീഡിയോ വരുമ്പോഴായിരിക്കും പലരും അറിയുന്നത്. എൻ്റെ ക്ലോസ് സർക്കിളിലും എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്ക് അറിയുള്ളൂ. റിസൾട്ട് വരുമ്പോഴേ പലർക്കും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, പബ്ലിക് അറിഞ്ഞിട്ടില്ല, കുറച്ച് പേർക്ക് ഇല്ല, പറഞ്ഞിട്ടില്ല. കയറി കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഒരുപാട് പേർക്ക് അറിയുന്നത്, മേ ബി പുറത്ത് വരുന്നത്.
അങ്ങനെ ഞാൻ കോഴിക്കോടേക്ക് SSC എന്നുള്ള ഡ്രീമുമായിട്ട് 2024 വണ്ടി കയറി. അങ്ങനെ ഇവിടെ എത്തി. SSCയിൽ വേണ്ടി തുടങ്ങി. ഒരു 6 മന്ത് ആയപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റ് എഴുതി 2024 CGL എക്സാം, ടയർ 1 ക്വാളിഫൈ, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എങ്കിലും ടയർ 2 എൻ്റെ പഠിത്തം കറക്റ്റ് ആയിരുന്നില്ല. ചെറിയ മാർക്കുകൾ കൊണ്ടാണ് ടയർ 2 മിസ്സായി. ഭയങ്കര വിഷമത്തിലായിരുന്നു. ആ സമയത്തൊക്കെ സന്ദേശ് സാർ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഊണിൽ ഉറക്കത്തിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനും വീക്ക് പോയിന്റ് കണ്ടുപിടിക്കാനും. ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ വീക്ക് പോയിന്റ്. അതിന് വ്യക്തമായ സ്ട്രാറ്റജി സാറ് പറഞ്ഞു തന്നായിരുന്നു. കുറേയൊക്കെ ഞാൻ നല്ല രീതിയിൽ ഫോളോ ചെയ്തു. പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി. എനിക്ക് GK-ലായിരുന്നു കഴിഞ്ഞ കൊല്ലം ഔട്ടായ. അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ CGL പോയി. ആ വിഷമത്തിൽ നിന്ന് കയറി വരാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. വീണ്ടും അടുത്ത CGL ഇതിപ്പോൾ വരുന്നുണ്ട്. മെയിൻസ് ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. ഈ SSC പ്രിപ്പയർ ചെയ്ത കൂട്ടത്തിൽ ടയർ 2 വെയിറ്റിംഗ് ആണ്. ഇരട്ടി മധുരമാണ്, ടെൻഷനുണ്ട് സാർ. അങ്ങനെയല്ല, വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് നമുക്ക് ഇത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ സന്തോഷിച്ചു. ഈ ഒരു ജോബ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മെന്റലി ഹാപ്പി ആവും. തീർച്ചയായിട്ടും. അപ്പം ഞാനും കുറച്ച് നാൾ സന്തോഷിച്ചു കൊണ്ട് എൻ്റെ പഠിത്തത്തിൽ ചെറിയ മിസ്സിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഉള്ള ടൈമിൽ ഞാൻ എഫക്റ്റീവായിട്ട് ഈ വരുന്ന CGL പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പൊ കിട്ടിയ ജോലി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്കറിയാം പക്ഷേ ഇനി ഉയരങ്ങളിലേക്ക് എത്തുന്നുള്ള സാധനം ഉണ്ടാവും. അതെ, നമ്മുടെ ഒരു ഗോള്, നമ്മുടെ ഒരു ഡ്രീം, അതിലോട്ട് എത്താൻ വേണ്ടി ഇനിയും വർക്ക് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ. ഈ ഒരു SSC ആസ്പിറന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, റെയിൽവേയില് ഒരു ജോലി നേടുന്നത്. അതെ, ഒരു എന്താണ് ഇപ്പൊ ഒരു സിലബസിലൊക്കെ ഉള്ളൊരു, അതായത് ഞാൻ പറയുന്നത് ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് SSCയോട് ഒരു പേടിയായിരുന്നു. ഇംഗ്ലീഷ് എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് ഞാൻ തുടങ്ങിയത് റെയിൽവേ ആയതുകൊണ്ട് SSC റെയിൽവേ ഇംഗ്ലീഷ് ഇല്ല, കംഫർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് QA മാത്സ് റീസണിങ് എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. GK ആയിരുന്നു കുറച്ച് വീക്ക്. അത് നമ്മൾ പതിയെ സമയം എടുത്ത് പഠിച്ചു. അപ്പോഴും ഇംഗ്ലീഷ് എങ്ങനെയെന്നുള്ള ഒരു വലിയ പേടി സ്വപ്നം ആയതുകൊണ്ട് ഞാൻ SSC ശരിക്കും പോകാതിരുന്നത്. പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, 2021 എഴുതിയിട്ടുണ്ട് SSC. ഇംഗ്ലീഷിൻ്റെ പാർട്ട് ഒന്നും നോക്കാറില്ല, വെറുതെ പോയി എഴുതും. നമ്മൾ ഈ കോഴിക്കോട് കാണാൻ വരുന്ന പോലെയാണ് SSC എക്സാമിന് വരുന്നത്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നാട്ടിലോട്ട് പോകും. കിട്ടത്തില്ല. അപ്പോഴൊന്നും നമുക്കിതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല, ഒരു പ്ലാനിങ് ഇല്ല, സീരിയസ്നെസ് ഇല്ല. എങ്ങനെ ഒരു പഠിക്കണം, ഒരു സ്ട്രാറ്റജി എന്താണ്, ഇതിനെപ്പറ്റി ഒരു ബോധമില്ല എന്ന് തന്നെ പറയായിരുന്നു. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ മലയാളീസിന് ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു 4-5 ഇയേഴ്സ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവയർനെസ് ഇല്ലായിരുന്നു. ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് ഒരുപാട് മലയാളി ഇതിലോട്ട് വന്നത് തന്നെ. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് പഠിക്കണം, ഇങ്ങനെയും പഠിക്കുന്നവരുണ്ട്, ഇവരുടെ ഇടയിലേക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിച്ചതെന്ന് മനസ്സിലാക്കി. ആ റിയാലിറ്റി ഞാൻ മനസ്സിലാക്കി. പിന്നെ മനസ്സിലായി നമ്മളിവിടെ വന്നത് പഠിക്കാനാണ്. അപ്പോൾ ഈ ഉള്ള ടൈം എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഇടുക, ഇവിടുന്ന് പറ്റുന്ന നല്ലൊരു റിസൾട്ട് മേടിച്ചിട്ട് സന്തോഷമായി തിരിച്ചു പോകണമെന്നാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അച്ചീവ് ചെയ്തു. പക്ഷേ ഇനിയും മുകളിലോട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ ആൾ കാത്തുക്കുന്നുണ്ട്. അവനെന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തോ പറയുന്നുള്ളത് പറഞ്ഞോ അശ്വിനെ. ഞാൻ അതിനോട് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. നിനക്ക് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ സാറേ ഞാനത് പറയാം ഇത് പറയാം. എന്താ പറയാ, ഇപ്പം എല്ലാവരും പറയുന്നത് ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്. കുറേ കാലം സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മുടെ ഇടയിൽ പോകാൻ പറ്റിയില്ല. ഇപ്പം എല്ലായിടത്തും പോകുന്നത്, എല്ലാവരും ഷെയ്ക്കൻഡ് തരുന്നത്, എല്ലാവരും അതിങ്ങനെ ആസ്വദിക്കുക. എങ്ങനെ ഒരു അച്ചീവർ ആയത് അറിഞ്ഞപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതി മാറിയോ? പിന്നെയോ, വരുന്നു, കാണുന്നു, ഷെയ്ക്കൻഡ് വേണം. ആദ്യം മോനെ ഒന്നും ആയില്ലേ, അത് സഹതാപത്തോടെയാണോ അല്ലെങ്കിൽ സങ്കടത്തോടെയാണോ, സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോ, പക്ഷെ ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് ആവും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ അങ്ങനെ പറയോ മോനെ ഇതുവരെ ഒന്നും ആയില്ലേ എന്നുള്ള ആര് ചോദിച്ചപ്പോൾ അത് കൂടുതൽ ഹർട്ടായത്. അത് ചിലപ്പോ അമ്മേനെയൊക്കെ മുന്നിൽ നിന്ന് വെച്ചിട്ട് വീടിന്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കുമ്പോ നമുക്കൊരു സങ്കടം വരിക. അതായത് അമ്മന്റെ മുമ്പിൽ വെച്ചിട്ട് അമ്മന്റെ എക്സ്പ്രഷൻ മാറുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇത്രയും നമുക്ക് ആയിട്ട് വീട്ടുകാർ നമ്മളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല, നിർത്ത് അല്ലെങ്കിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ മുന്നിൽ വെച്ചിട്ട് ഒന്നാമത് ചിലവർക്ക് ഇത് പെട്ടെന്ന് കിട്ടിപ്പോകുന്നുണ്ട്. നമ്മളെ ബാക്കിൽ വന്നവര് ചിലവര് പെട്ടെന്ന് റെഡി ആയി പോകുന്നു, ചിലവർക്ക് ഇത് റെഡി ആവുന്നില്ല. അവിടെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചോദ്യം രണ്ടാമത് ചോദിക്കണം. എന്താ പറയുക, നമ്മളെ ഒരു ജേർണി നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊരു പ്രിപ്പറേഷൻ നോക്കിയിട്ട് എന്തായാലും 2 വർഷമല്ലേ? ഈ ഒരു 2 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി കിട്ടുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ വാച്ചൊക്കെ തിരിച്ചിട്ട് നമ്മളെ സമയം ബാക്കോട്ട് പോക്കൂലേ, ഒരു 2 വർഷം കൂടി ബാക്കോട്ട് നിങ്ങളുടെ ലൈഫ് ബാക്കോട്ട് പോവാ, ഒരു ചാൻസ് കിട്ടുകയാണ്. ഇതേ SSCയിലേക്ക് അല്ലെങ്കിൽ ഇതേ ഗവൺമെൻറ് എക്സാം മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങാന്ന് വെച്ചോ, അവിടെ നിങ്ങൾ ഒഴിവാക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ കോഴിക്കോടേക്ക് വരുന്നതിന് മുന്നേ റിസൈൻ ചെയ്തിട്ട് 2-3 മന്ത്സ് വീട്ടിലിരുന്ന് സെൽഫായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ സ്റ്റിക്ക് ഓൺ ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പോകാൻ പറ്റില്ല. വീട്ടിൽ വരുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെയാണ്.
അപ്പോൾ ആ 2-3 months ഞാൻ ഒരുപക്ഷെ കളഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ വണ്ടി ഇങ്ങോട്ട് കോഴിക്കോടേക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ സീജിൽ എനിക്ക് ക്രാക്ക് ചെയ്യാമായിരുന്നു. അതെനിക്ക് വലിയൊരു റിഗ്രറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ അതൊരു എനിക്കൊരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് കിട്ടിയ സർക്കിളും ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എനിക്ക് കിട്ടിയ സർക്കിള് അതായത് നമ്മളെപ്പോലെ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കുന്ന ഒരു സർക്കിളാണ് എനിക്ക് കിട്ടിയത്. അത് ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി നമുക്ക് എല്ലാം കാര്യം സാർമാരോട് ചോദിക്കാൻ പറ്റില്ല. എപ്പോഴും ചെറിയ സില്ലി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ സർക്കിളിൽ തന്നെ നമ്മളെപ്പോലെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ഒരു വിഷമം നമുക്ക് പറയാൻ പറ്റും അവരോട്, നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റും, നമ്മളെപ്പോലുള്ള ഒരു ആക്സ്പീരിയൻസ് നമ്മളെപ്പോലെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ഉള്ളത് വളരെ എന്നെ ഹെൽപ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള സ്ട്രാറ്റജി ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അതെനിക്ക് അറിയില്ലായിരുന്നു. യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരുന്നെങ്കിൽ പോലും ഒരു വ്യക്തമായ ധാരണ എനിക്കില്ലായിരുന്നു. അത് കിട്ടിയത് പേഴ്സണലൈസ്ഡ് സപ്പോർട്ട്. അതെ, അതും വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ വീക്ക് പോയിന്റ് യൂട്യൂബിൽ പറയുന്നവർക്ക് ജനറലൈസ് ചെയ്തേ പറയാൻ പറ്റും. നമ്മുടെ ഒരാളുടെ പേഴ്സണാലിറ്റി ഒരാളെ ഡിപ്പെൻഡ് ഡ്രോബാക്സ് തിരുത്താൻ നമുക്ക് പറ്റില്ല. അത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഭയങ്കര രീതിയിൽ അത് ഹെൽപ്ഫുൾ ആയിട്ട്. 2 വർഷം ബാക്കോട്ട് പോകാൻ ചാൻസ് കിട്ടിയാൽ 3 മാസത്തെ ഗ്യാപ്പ് അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു 3 മാസം എന്ന് പറയുന്നത്. കാരണം ഓരോ കൊല്ലം ചെല്ലുന്തോറും ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ലായിരുന്നു. വേസ്റ്റ് ആക്കിക്കൊണ്ട് ആക്ച്വലി അഖിൽ എടുത്തൊരു ഡിസിഷൻ എന്താ വെച്ചാല് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, കംഫർട്ട് സോൺ ആണ്, സാലറി കിട്ടുന്നുണ്ട്, നല്ലൊരു സാലറി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയിട്ടല്ലേ അഖിൽ ഇതിലേക്ക് ഇറങ്ങിയത്. അതെ, അപ്പോൾ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് സമയം എടുത്ത് ആ ഡിസിഷൻ ഞാൻ എടുക്കണോ വേണ്ടത്. കാരണം ഇതിന് 2 പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. നമ്മളിത് ചിന്തിക്കണം. കാരണം ലൈഫാണ്, ഇതൊരു ജേണിയാണ്. നമ്മൾ എടുത്ത ഡിസിഷൻ നമ്മുടെ ലൈഫ് ലോങ് അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നറിയാം. ഒരുപക്ഷെ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ IT തന്നെ ഞാൻ കംഫർട്ട് ആക്കാൻ ഞാൻ ശ്രമിച്ചേനെ ഒരുപക്ഷെ. പക്ഷേ ഈ ഉള്ളിൽ ഈ പുകച്ചിൽ എനിക്കിത് മാറില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒരു ബാഡെന്നല്ല, IT-ലൊക്കെ എത്രയോ വെൽ എംപ്ലോയി എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒക്കെ ഗുഡാണ്. അവരവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്ടം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഇതിലോട്ട് ഇറങ്ങി. അപ്പോൾ 1 വർഷം 3 മാസം കൊണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമായിരുന്നു. അതെനിക്ക് റിഗ്രറ്റ് ആയിട്ട് തോന്നാറുണ്ട്. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന, ഞാൻ CGL 2022 എഴുതിക്ക്. അപ്പോൾ 2022 എഴുതിയാൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ പറയും 2022 കട്ട് ഓഫ് ഭയങ്കര കുറവായിരുന്നു, അന്ന് ആരെ എഴുതിയാലും പാസ്സാവുകയും. അപ്പം ഞാനൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എഴുതിക്ക് ഞാൻ ക്വാളിഫൈ ചെയ്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ അതാണുള്ളത്. അപ്പോൾ അന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തതും അതിൻ്റെ ഇടയ്ക്ക് ഒരു വർക്കിനൊക്കെ പോയി. പിന്നെ ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് SSC എന്ന് പറഞ്ഞൊരു കോംബോ ആയിരുന്നു. ബാങ്കും SSC എന്ന് പറഞ്ഞാൽ രണ്ടാണ്. അത് മനസ്സിലാക്കാൻ എടുത്ത ടൈം. അന്നൊക്കെ ഉള്ള കട്ട് ഓഫൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന മാർക്കിൻ്റെ പകുതി പോലും വേണ്ട. പകുതിയല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇന്ന് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അന്ന് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ പ്രശ്നമാണ് ഇത്രയും കൊല്ലം. അതിന് ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ടെൻഷൻ, പോകാണ്ട് നിൽക്കേണ്ട പരിപാടികൾ, അങ്ങനെ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാസം എൻ്റെ ചേച്ചീൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ കുടുംബക്കാരൊക്കെ ഒന്ന് കാണണം, അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്, ഉത്സവം കൂടണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ അനിയൻ നല്ല മലക്കി പോയപ്പോൾ മൈൻഡിലുണ്ടോ ആരെങ്കിലും കണ്ടിട്ട് ഒരു പ്രത്യേക മറുപടി കൊടുക്കാനുള്ള ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർ എല്ലാവരും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മൂത്ത് ഒരു സന്തോഷം കാണുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഞാൻ ചില ദിവസം ഇപ്പോൾ ഇന്ന് ടീമേറ്റ്സിൽ വരണമെന്ന് വിചാരിക്കും. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണിയാകുമ്പോൾ വെറുതെ, എൻ്റെ വീട് ഒരു കുറച്ചേ ഉള്ളൂ, വൈകുന്നേരം ലൈബ്രറിയിൽ വരും. കയറി വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ചാടിക്കാൻ പോകുന്നുണ്ടാവും, കൺഗ്രാജുലേഷൻ എന്ന് പറയൂ. അത് കേൾക്കാനൊരു സുഖമാണ്. അപ്പം സ്റ്റെപ്പ് കയറി വരുമ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ എന്തിനാ പോകുന്നത് വെറുതെ കേൾക്കാൻ വേണ്ടിട്ട് വരും. എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ മാമച്ചനായിരുന്നു അത്. ഒന്ന് നാട്ടുകാരെ കാണിച്ചിട്ട് വരാം. അതൊന്ന് കാണിച്ചു വരുമ്പോൾ ഒരു സുഖമാണ്. അത് നമ്മളാ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ശരിക്കണെങ്കിൽ തരാണ്ട് ആരും പോവില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അശ്വിൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ജോലി നോക്കുന്നുള്ളത്. അങ്ങനെ കല്യാണം കഴിക്കാനൊന്നല്ല. പിന്നെ ഓരോരുത്തർ ചോദിക്കാൻ, ഇപ്പൊ കമ്പനിക്കാരൊക്കെ അങ്ങനെ കെട്ടി പോകുമ്പോൾ നമുക്ക് നോക്കണ്ടേ, ജോലിയൊക്കെ സെറ്റാക്കണ്ടേ. ജോലി സെറ്റാക്കി അന്ന് കല്യാണം അല്ലെങ്കിൽ പിറ്റേന്ന് കല്യാണം തരണേ. ഇപ്പൊ ലിസ്റ്റ് വന്നപ്പോ നോക്കി നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട മാട്രിമോണി ഇനി ഇടയ്ക്ക് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ. അങ്ങനെയൊക്കെ ഇനിയിപ്പോ പറയാം. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ നമ്മളിപ്പോ പറയും SSC റെയിൽവേ ഇപ്പൊ ALP എന്ന് പറയുന്നൊരു എന്തോ ഒരു താഴെക്കടൽ ജോബാന്ന്. ഇപ്പോൾ അങ്ങനെയല്ല, താഴെയല്ല, നമ്മൾ ഇപ്പോൾ ഒരു ബിഗിനർ ജോബാണ് ALP. പക്ഷെ നാട്ടിൽ നിന്ന് അറിയുന്നത് എന്താണ്, ട്രെയിൻ ഓടിക്കുന്ന ആള് എന്തോ വലിയ ആള് പോലെയാണ്. ആട് അല്ല, അവര് പറയുമ്പോണ് ഞാൻ തന്നെ ഇത്രയും വലിയ സാധനമാണല്ലോ ഞാൻ ഇതാക്കുന്നത്, എവിടെയൊക്കെ പോവാ, എന്തൊക്കെ ഫ്രീ ഫെസിലിറ്റി. എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് പറഞ്ഞാൽ മെഡിക്കൽ കഴിഞ്ഞ് വന്ന ദിവസം, മെഡിക്കൽ കഴിഞ്ഞ് വന്ന് പിറ്റേന്നാണ് ഇവിടെ NTPCൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്. ഞാനന്ന് ലേറ്റായിട്ട് എണീറ്റ്.
അപ്പോൾ പകുതി ഓറിയൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് ഗൂഗിൾ മീറ്റ് കയറിയപ്പോൾ തന്നെ ഉള്ളത് ഫെസിലിറ്റി, ലീവ്, ഇതൊക്കെയാണ് കേൾക്കുന്നത്. ജയദീപ് സാറെ ക്ലാസ് ജയദീപ് സാറിൻ്റെ ക്ലാസ് രാവിലെ തന്നെ ആനുവൽ ഇപ്പം ഇത്ര ലീവ് ഉണ്ട്, ഇത്ര ഇതുണ്ട്. അന്ന് ആക്ച്വലി സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററും ഉണ്ട്. നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് മെഡിക്കൽ കഴിഞ്ഞ് ജോലി കിട്ടിയെന്നുള്ള. അപ്പോൾ ഞങ്ങളെ അറ്റൻഡർ പറഞ്ഞിരുന്നു മെഡിക്കലി ഫിറ്റാണ്. ഈ റെയിൽവേക്ക് ഒരു കാര്യമുണ്ട്, അവരെ 1:1 റേഷ്യോയിലാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കലി ഫിറ്റാണ്, നമുക്ക് ജോലി ഉറപ്പാണ്. അപ്പോൾ അന്ന് രാവിലത്തെ ഒരു ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും കൂടി ഫാൻ സ്പീഡൊക്കെ കൂട്ടി ഒന്നും കൂടി പൊളിച്ചൊക്കെ കിടന്ന് അതിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഒരു പ്രത്യേക ഇതായിരുന്നത് അതിപ്പോഴും ഓർമ്മിക്കുമ്പോൾ. ഇപ്പോൾ പിന്നെ ഇവിടുത്തെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇത് വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ വീട്ടിലേക്ക് പറഞ്ഞില്ല ജോലി കിട്ടിയെന്ന്. അപ്പോൾ ജയതി സാർ വൈഫുണ്ട് രമ്യ മാം ഗ്രൂപ്പിൽ ഫോട്ടോ കണ്ടിട്ടെന്ന് അമ്മേനെ വിളിച്ചിട്ടുണ്ട്, മോനെ കിട്ടിക്കല്ലോ, കൺഗ്രാജുലേഷൻസ്. രമ്യ മാം ഒന്ന് അമ്മേനെ കണ്ടൊരു ചരിത്രം പറഞ്ഞില്ലേ നേരത്തെ? അതെന്ന് പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്ത് കോച്ചിങ്ങിന് പോകുമ്പോൾ പിന്നെ ഈ SSC എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണോ, എനിക്ക് തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. ഇപ്പോൾ GK ആണ് എനിക്ക് വീക്ക്, ഇംഗ്ലീഷാണ് എനിക്ക് വീക്ക്. അപ്പോൾ ഞാൻ എന്താക്കും, ലൈബ്രറിയിലൊക്കെ പോവും. ഇവിടെ മാനേജർ ലൈബ്രറി പോവും, രാവിലെ പോവും, വൈകുന്നേരം വരും. ഇത് തന്നെയാണ്. അപ്പോൾ മാം ഇങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ ഓരോ ക്ലാസ് ഉണ്ട്, ക്ലാസ് പോകുന്നതാണ് നല്ലത്. അപ്പം ഞാൻ പറയും എൻ്റെ മൈൻഡിൽ ഞാൻ പോയ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ ആയിരിക്കും ടീംമേറ്റ്സും. വെറുതെ ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട്, കാരണം ചില സമയം മാത്സിൻ്റെ ക്ലാസ്സായിരിക്കും കൂടുതലുണ്ടാവും. അപ്പോൾ എനിക്ക് വെറുതെ സമയം പോക്കണ്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാനങ്ങനെ മാമിനെ കാണുമ്പോൾ ഒളിച്ചു നിന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഒരു അഡ്വാൻസ് ക്ലാസ്സിൻ്റെ ഇതൊക്കെ വന്ന് ഇവിടെ ചേർന്നപ്പോഴാണ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ടയർ 1 ഫസ്റ്റ് മോക്ക് അടിച്ചപ്പം സന്ദേശ് സാർ എന്നോട് പറഞ്ഞ് മാർക്ക്, അന്നത്തെ മാർക്ക് മോക്കിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഒരു 144 145 എന്തോ. ടയർ 2 മോക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു ഇതെൻ്റെ മാർക്കല്ല, എനിക്ക് ഇംഗ്ലീഷിൽ ഇത്ര മാർക്കില്ല. അപ്പോൾ സാറിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് എന്നോട് ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നീ ടയർ 1 വരെ ക്വാളിഫൈ ചെയ്യൂലെന്ന്. കാരണം ഇംഗ്ലീഷ് ഇല്ലാണ്ട് ടയർ 1 ക്വാളിഫൈ ചെയ്യില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കിയാൽ ആദ്യമായിട്ട് പറഞ്ഞ ഒരാളാ. ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് മാത്സിന് മാർക്കുള്ളത് കൊണ്ട് അമ്മേനെ പാരൻസ് മീറ്റിങ്ങിനോ എവിടെ പോയാലും പറയും ഇവനെ മാത്സിന് ഭയങ്കര മാർക്കാണ്, അല്ലെങ്കിൽ ബുദ്ധിയാണ്, ബാക്കിയെല്ലാം ശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും, മാത്സ് ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് എനിക്ക് ഒരു ഇതിൽ കിട്ടും. അപ്പോൾ എങ്ങനെയായാലും മാത്സ് എന്തെങ്കിലും കേൾക്കും. അങ്ങനെ ബിടെക്കിൽ ഇപ്പോൾ സപ്ലികൾ അടിച്ചതാണെങ്കിൽ അതൊരു കഥയാണ്, വീട്ടിൽ പോലെ അറിയാം. കാരണം ഞാൻ വിചാരിക്കും ഞാൻ എന്തോ വലിയ സംഭവമാണ്, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചാൽ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പ്രിപ്പയർ എനിക്ക് എപ്പോഴും ഒരുപാട് സ്ട്രീമിൽ പഠിച്ച ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്ന് എഴുതാൻ പറ്റുന്ന എക്സാം അല്ലേ ഇത്. അപ്പം നമ്മളിപ്പോൾ എന്താ ഫിസിക്സ് പഠിച്ച്, അല്ലെങ്കിൽ BCom പഠിച്ച്, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് പഠിച്ച്, ഇപ്പോൾ BTech ഇത് കഴിഞ്ഞ പല ആൾക്കാരും ഇല്ലേ. അപ്പം അതൊരു ഫാക്റ്റ് അല്ല ആക്ച്വലി. നമ്മൾ ഇന്നത് പഠിച്ചു എന്നുള്ളത് ആക്ച്വലി ഇതിൻ്റെ ഒരു സംഭവമല്ല. പക്ഷേ നമ്മൾ ഈ ആഫ്റ്റർ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു BTech നമ്മൾക്ക് ഡിസിഷൻ, അത് ഗവൺമെൻറ് എക്സാം എഴുതണമെന്ന് എടുക്കുന്ന ഒരു തീരുമാനം, അത് വലിയ ക്രൂഷ്യൽ റോൾ. കാരണം എന്താ പറയുക, അതൊരു റിസ്ക് എടുക്കലാണ് ആക്ച്വലി, അല്ലേ? അപ്പം നമുക്കിപ്പോൾ ആ സ്ട്രീം ബേസ്ഡ് ജോലികൾ നമുക്ക് വേറെ കിട്ടും, അല്ലെങ്കിൽ IT മേഖലയിലേക്ക് പോകാൻ പറ്റും, ബാങ്കിങ് മേഖലയിലേക്ക് പോകാൻ പറ്റും, പ്രൈവറ്റായിട്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്, അത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകണം. ചിലപ്പോൾ നമ്മുടെ സ്ട്രീമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല അതിന്. അതൊരു ആസ്പിറൻറ്റ് സംബന്ധിച്ച് ഭയങ്കര റിസ്ക് എടുക്കലാണ്. പക്ഷേ എനിഹാവും നമ്മൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഫൈനലി കിട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമ്മളാ കൊടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ്. ഇപ്പൊ അശ്വിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം ഇവിടെ വരുമ്പോൾ ഓരോരുത്തർ കൺഗ്രാജുലേഷൻ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട്. അതെ, അത് ഭയങ്കര ഹാപ്പിനെസ്. അത് നമുക്ക് വേറെ ഫീലില്, നമുക്ക് കുറെ പൈസ കൊടുത്ത ഫുഡ് കഴിച്ചാലൊന്നും കിട്ടാത്തൊരു ഫീലാണ് അത്. അത് അനുഭവിച്ചറിയണം. അപ്പൊ അത് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അത് നമ്മുടെ എഫേർട്ടും നമ്മുടെ റിസൾട്ടിന്റെ ഒരു വിജയമാണ്. അപ്പൊ അത് ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണം. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യണം. ഒരിക്കലും നമ്മളൊരു പോയിന്റിൽ എനിക്ക് ഏറ്റവും പറ്റിയ ഡ്രോബാക്ക് അതാണ്. അന്ന് ഞാൻ ആ ജോലി പ്രൈവറ്റിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ NTPC ടയർ 2 പ്രിപ്പയർ ചെയ്ത് അത് തന്നെ എഴുതിയായിരുന്നത്. പക്ഷെ ഞാനത് എൻ്റെ കംഫർട്ട് നിന്നു. അവിടെ കയറിയപ്പോൾ എനിക്ക് കംഫർട്ട്, ഒരു ജോലിയുണ്ട്, ഫൈനാൻഷ്യലി സ്റ്റേബിളാന്ന് തോന്നി. ഞാൻ അതിൽ തന്നെ നിന്നത് കൊണ്ടാണ് ആ എക്സാം എഴുതാതും പ്രിപ്പയർ ചെയ്തിരുന്നത്. ഒരുപക്ഷെ 1 കൊല്ലം 2 കൊല്ലം മുന്നേ എനിക്ക് ജോബിൽ കയറാമായിരുന്നു അന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ ആരും ഇതുപോലത്തെ മണ്ടത്തരം ഡിസിഷൻസ് എടുക്കരുത്. നമ്മളൊരു ഡിസിഷൻ എടുത്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം, സ്വിച്ച് ചെയ്യരുത്. ഇതിൽ ഇപ്പം അവസാനമായിട്ട് നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിറൻസ് ഉണ്ടല്ലോ, ഇപ്പം SSC, റെയിൽവേ, ബാങ്ക്, വട്ടവർ, ഒരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് മെസ്സേജ്.
നമ്മുടെ ഫോക്കസിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കണം. നമുക്ക് അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. ചില എക്സാംസ് നമുക്ക് ഫേവറബിൾ ആവില്ല, നമ്മുടെ പിയർ പരാജയപ്പെടാം. നമ്മൾ ആ എഡ്ജിൽ നിന്നൊക്കെ ആയിരിക്കും ചിലർ നിർത്തിപ്പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഡ്രോബാക്ക് അതാണ്. നമ്മളൊരു ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ചിലപ്പോൾ ചിലവർക്ക് ഒരു 6 മന്ത് കൊണ്ട് ക്ലിയർ ചെയ്ത് പോകുന്നവരുണ്ടാവും, 1 ഇയറിൽ പോകുന്നവരുണ്ടാവും. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട്, അതിന് നമ്മൾ എഫേർട്ട് ഇടണം. നമ്മൾ സിൻസിയർ ആണ്, നമ്മൾ ഇതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ എഫേർട്ട് ഇടണം. ആ ഒരു കറേജാണ് ശരിക്കും ഇത്. ഈ റിസ്ക് എടുക്കാനുള്ള ഒരു കറേജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥന, എഫേർട്ട് ഇത് ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാവരും ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ ഡ്രീമിലോട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ അഖിൽ പറഞ്ഞതിലിപ്പോൾ ഇത്രയും കാര്യങ്ങളും, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വേർഡില്ല, കൺസിസ്റ്റൻറ്റ്. ഞാൻ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലൈബ്രറിയിൽ വരും, രാവിലെ വരും, 9 മണിക്ക് വരും, രാത്രി 9 മണി വരെ 8 മണി വരെ വരും, പിറ്റേന്നും വരും. 2 ദിവസം വന്നാൽ പിന്നെ 2 ദിവസം വരില്ല. പിന്നെ എവിടെയാണോ നിർത്തി അവിടെ നിന്നല്ല അതിന് ബാക്കിൽ നിന്ന് ഞാൻ തുടങ്ങേണ്ടി വരും. ആ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയത്. അതിപ്പോൾ ഇത്രയും ഡിലേ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ എത്രയാണോ പഠിക്കുന്നത്, എത്രത്തോളം പഠിക്കുന്ന അത് എല്ലാ ദിവസവും കീപ്പ് ചെയ്ത് പോവുക. പറ്റിയില്ലെങ്കിൽ അത് മേക്കപ്പ് ചെയ്യുക അടുത്ത ദിവസം വന്നിട്ട്. നിങ്ങൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലാണ്ട് ആ പഠിച്ച് മറന്നു പോവുക, റിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പ്രോപ്പറല്ല. ഇപ്പോൾ ALP എന്ന് പറഞ്ഞാൽ SSCൻ്റെ ഇപ്പോൾ NTPC എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എക്സാം ഭയങ്കര സിമ്പിളാണ് SSCക്കാർക്ക് അല്ല. അതുകൊണ്ട് കട്ട് ഓഫ് ഭയങ്കര കൂടി വന്നത്. മാത്സ് ഒരു ക്വസ്റ്റ്യൻ തെറ്റി, അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ അത്രയും ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ALP കിട്ടിയത്. ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്തത് കൊണ്ടല്ല. അപ്പോൾ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയവർക്കൊന്നും ഞാൻ ഇത്ര ടൈം എടുക്കുന്നത് കണ്ടില്ല. ഞാൻ 2022 എഴുതി, ഇപ്പോൾ എത്ര 3 കൊല്ലമൊക്കെ പോലെയായി. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും വരാണ്ട് പോവില്ല. ഓക്കെ, സോ നിങ്ങൾ കേട്ടു, ഇത് അനുഭവങ്ങളിൽ നിന്ന് വന്ന വാക്കുകളാണ്. സോ ഒരു അച്ചീവേഴ്സ് എന്ന നിലയ്ക്ക് ഇപ്പോൾ അഖിൽ പറഞ്ഞ കാര്യങ്ങളും അശ്വിൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അച്ചീവേഴ്സിന് പറയാനുള്ളതും ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ ലൈഫിലുണ്ടായ മുമ്പ് നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ഭയങ്കര വിഷമത്തിലായിരിക്കും. അത് ആ സിറ്റുവേഷൻ നമ്മളെ ചിലപ്പോൾ വിഷമപ്പെടുത്തിയിട്ടുണ്ടാവാം, സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നാം. ചിലപ്പോൾ ഒരു ഈ വിജയത്തിലേക്കുള്ള കാരണമായിട്ട് ചിലപ്പോൾ ആ സങ്കടങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ആവട്ടെ. അപ്പം മുന്നോട്ടും വലിയ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ. അശ്വിൻ, അഖിൽ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.